ഹോർമുസിൽ പുതിയ മെക്കാനിസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഈ ഒരു നിയമവ്യവസ്ഥ വരുന്നതോടുകൂടി ഏറെക്കുറെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അവരും അതിൻ്റെ സംവിധാനങ്ങളും ഒരു തരത്തിലും ഹോർമുസിനെ കീഴടക്കി ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് പുതിയൊരു സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യവും ഉദ്ദേശവും നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാനിയൻ പാർലമെൻറ്റിൻ്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞ കാര്യമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു പ്രൊഫഷണൽ മെക്കാനിസം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് IRGCയുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിരിക്കുന്ന IRGCയുടെ നിയന്ത്രണമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ നേവൽ ഫോഴ്സാണ് കപ്പലുകൾക്ക് അനുമതി നൽകുന്നതും തടയുന്നതും. ഇനി ഭാവിയിലുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ടോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഇറാനുമായി സഹകരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രം കടന്നു പോകാം. സ്പെഷ്യലൈസ്ഡ് സർവീസിന് ഫീസ് ഈടാക്കണം. അത് ഇറാനുമായിട്ട് സഹകരിക്കാത്ത രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ഫീസ് അടക്കണം. എന്നാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കപ്പലുകൾക്ക് ഫീസ് അടച്ചാലും പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. 3 തരത്തിലാണ് ഈ മേഖലയിലൂടെ പ്രവേശിക്കുന്ന കപ്പലുകളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ തീരുമാനമെടുത്തത്. സീഡ് ഡോക്യുമെൻറ്റുകളിൽ പുതിയ സൈനികരെ നിയമിച്ചു എന്ന് ഒരിടത്തും പറയുന്നില്ല. ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനകം നിലവിലുള്ള IRGC നേവിയെയാണ്. അവർ ഹോർമുസിനെ വാസ്റ്റ് ഓപ്പറേഷണൽ ഏരിയയായി വിപുലീകരിച്ചു. ജാസ്ക് മുതൽ സിരി ഐലൻഡ് വരെ 200-300 മൈൽ ദൂരം ഉൾപ്പെടുത്തി. അഥവാ ഇതുവരെ ഉണ്ടായിരുന്ന ഹോർമുസിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, അതായത് നിയന്ത്രിതമായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിയന്ത്രിക്കാത്ത മേഖലകളിലേക്ക് കൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അത് ഇപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ 300 കിലോമീറ്ററായി അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഹോർമുസ് കടൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 190 കിലോമീറ്റർ ദൂരപരിധിയാണ് പറയുന്നത്. പക്ഷേ ഇവരിപ്പോൾ പറഞ്ഞത് ജാസ്ക് മുതൽ സിരി ഐലൻഡ് വരെ 200-300 മൈൽ ദൂരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അഥവാ ഭാവിയിൽ അതിനപ്പുറമുള്ള കടലിലേക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. ഫെബ്രുവരി 28, 2026 ഫെബ്രുവരി 28 US ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ഹോർമുസ് ഭാഗികമായി അടച്ചു. ഏപ്രിൽ 8 വെടിനിർത്തൽ ഉണ്ടായെങ്കിലും US ഇറാനിയൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. വെടിനിർത്തലൊക്കെ പ്രാബല്യത്തിലുണ്ട്, പക്ഷേ പ്രവർത്തനം നടക്കുന്നതെന്ന് മാത്രം. ഇപ്പോൾ ഇറാൻ ഹോർമുസ് സേഫ് എന്ന പേരിൽ മാരിടൈം ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം പോലും തുടങ്ങി. ക്രിപ്റ്റോ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നു. അഥവാ ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ തന്നെ ഇൻഷുറൻസ് ചെയ്യാനുള്ള പരിരക്ഷ തുടങ്ങിയിട്ടുണ്ട് എന്ന് മറ്റ് ലോക രാജ്യങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വന്നോളൂ, വിഷയമില്ല, ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് കിട്ടും. ആ തരത്തിലേക്ക് മാറ്റിയിരിക്കുക. അഥവാ അമേരിക്കയെ പൂർണ്ണമായ രീതിയിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നുമല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇറാൻ നടത്തുന്നത് എന്ന് ചുരുക്കം. പുതിയ സൈനിക നിയമനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ IRGC വഴി ഹോർമുസിൻ്റെ നിയന്ത്രണം കർശനമാക്കുന്നു. കടന്നു പോകുന്ന കപ്പലുകൾക്ക് പുതിയ നിയമങ്ങളും ഫീസും കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് നിയമമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നതിന് മുമ്പ് ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര പാതയായിരുന്നു, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ പാതയായിരുന്നു. അപ്പോൾ അവിടേക്ക് യഥേഷ്ടം കപ്പലുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അത് ഇറാൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് സ്വതന്ത്ര പാതയായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ദിവസം 100 മുതൽ 200 വരെ കപ്പലുകൾ പോയ ദിവസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആൾമോസ്റ്റ് ഒരു 100 കപ്പലുകളെങ്കിലും പോവാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് മേഖലകളിലുള്ള പരമാവധി രാജ്യങ്ങളിലേക്ക് യഥേഷ്ടം എണ്ണ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കടലിലേക്ക് സാധിച്ചിരുന്നു. അമേരിക്കയുമായിട്ട് സംഘർഷവും വിഷയമുണ്ടായ സമയത്ത് 2025 തന്നെ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹോർമുസ് ഞങ്ങളുടെ നിയന്ത്രണമുള്ള മേഖലയാണ്, തങ്ങളത് അടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിനെ ആകെ ഞെട്ടിപ്പിച്ചൊരു സംഭവം കൂടിയായിരുന്നു അത്. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെയും ഒമാൻ്റെയും തീരം ചേർന്നിട്ടുള്ള കടലാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലൂടെയാണ് ഈ കടൽ ഒഴുകി പോകുന്നത്. അങ്ങനെ ആകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒമാനോട് ചേർന്നുകൊണ്ട്
ഈ കപ്പൽ സഞ്ചാരം നടത്തുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിച്ചിരുന്നു. എന്നാൽ അവിടേക്കും ആക്രമണം ഉണ്ടായി. അപ്പോൾ ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചതേ ഇല്ല. നിലവിലെ സംഘർഷാവസ്ഥ ഒന്നുകൂടി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിട്ടില്ല. ഈ ഇറാനിൽ നിന്ന് ഈ ക്രോസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒമാനിലേക്കുള്ള ദൂരം 35 കിലോമീറ്ററാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ കടന്നു പോകുന്ന 2-3 കിലോമീറ്റർ വീതിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. അതാണ് സഞ്ചാര റൂട്ടായിട്ട് നിജപ്പെടുത്തിയത്. ഈ സഞ്ചാര റൂട്ടിൻ്റെ പൂർണ്ണമായിരിക്കും നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ്. അതിൽ അവകാശം പറഞ്ഞിട്ട് ഈ ഒമാനെതിരെ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ നിയന്ത്രിതപരമായിരിക്കുന്ന മേഖല തകർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് 3 കപ്പലുകൾ അമേരിക്ക ഈ മേഖലയുടെ വിടാൻ നോക്കി. ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായി. അത് ഒരു കപ്പലിന് തീപിടിച്ചു, 2 കപ്പൽ മടങ്ങിപ്പോയി എന്നാണ് ഇറാൻ്റെ റിപ്പോർട്ട്. എന്നാൽ 3 കപ്പലും ഓർമസ് കടക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക അവകാശപ്പെടുകയാണെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾ, അതായത് ഈ ചുങ്കം ചുമത്താത്ത, പണം വാങ്ങാത്ത കപ്പലുകൾ ഈ മേഖലയിലൂടെ കടത്തിയിട്ടൊന്ന് കാണിച്ചു തരൂ എന്ന് ഇറാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിന് മറുപടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അമേരിക്ക പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ളത് തെളിയുന്ന ഒരു വിവരം കൂടിയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായത്. ഇപ്പോൾ പല രാജ്യങ്ങളും പല തരത്തിലാണ് പെട്രോൾ മറ്റ് രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ കരമാർഗം എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പിന്നീട് UAE കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുന്നു. പല തരത്തിലാണ് ഇപ്പോൾ ആലോചനകൾ വരുന്നത്. അതൊന്നും വേണ്ട വിധം ഉദ്ദേശിക്കുന്ന തരത്തിൽ ലക്ഷ്യത്തിലെത്തുന്നില്ല എന്നുള്ള, അഥവാ വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഹോർമുസ് കടൽ തുറക്കുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. ഇതിനുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മേലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇറാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ലോകത്ത് ഇന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ട്രംപാണ്. ട്രംപ് തങ്ങളെ ആക്രമിച്ചതോടുകൂടിയാണ് തങ്ങൾ പ്രതിരോധിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ തങ്ങൾക്ക് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പ്രശ്നമല്ലായിരുന്നു. എന്നാൽ ഇനി മുന്നോട്ട് അങ്ങനെയല്ല. ഇനി മുന്നോട്ട് ഹോർമുസിൽ തങ്ങൾക്ക് ചുങ്കം തരണം എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള തകർച്ചയും നാശങ്ങളും നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നഷ്ടപരിഹാരമാണ്. ജർമ്മനിയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2ാം ലോക യുദ്ധത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജൂത ലോബി ഈ ലോക കോടതിയിൽ ഈ വിഷയമായി അവരുടെ വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുകയും അങ്ങനെ ജർമ്മനി ജൂത വിഭാഗത്തിന് പണം നൽകേണ്ട സ്ഥിതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയതാരാണ്? അവർ നഷ്ടം നൽകണം എന്നുള്ളത് ഒരു ലോക നീതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും നഷ്ടത്തിനും നാശത്തിനും തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും നഷ്ടപരിഹാരം നൽകണം എന്നുള്ളത് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അപ്പോൾ ചൈനയിൽ ട്രംപ് പോയിട്ട് ഉച്ചകോടി ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എവിടെയും എത്താത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് മടങ്ങിയത്. ട്രംപിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വിഷയം മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രശ്നത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്, ഈ ലോകമുള്ളത്. അതുകൊണ്ട് ചൈന ഇടപെട്ടുകൊണ്ട് ഇറാനോട് പ്രശ്നപരിഹാരത്തിന്, അതായത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയാക്കിയിട്ട് ഹോർമുസിനെ മാറ്റണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉപരോധം പിൻവലിക്കൂ, എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ ഉപരോധം പിൻവലിക്കുന്നത് അവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അവർ ചെയ്യില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണല്ലോ. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ഇപ്പോഴും ചുമത്തുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ നിന്ന്, അതായത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും എന്ന് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2ാം ഘട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോട് മറ്റ് ലോകരാജ്യങ്ങളും വിദേശ ഡിപ്പാർട്ട്മെൻറ്റും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പറയുന്നത് ഒരു പ്രാവശ്യം തന്നെ ഇവരുടെ വലയത്തിൽ കുടുങ്ങിയതാണ്. അത് ഇസ്രായേലിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടാണ് ഈ പ്രശ്നം മുഴുവനുണ്ടാകുന്നത്. അപ്പോൾ തലയിടുക എന്നല്ലാതെ ഊരാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2ാം ഘട്ടത്തിലുണ്ടാകുന്ന സമയത്തും അതിൻ്റെ സർവ്വനാശവും സർവ്വ പ്രശ്നങ്ങളും
നേരിടേണ്ട രാജ്യം അമേരിക്കയാണ്. അമേരിക്ക ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. അമേരിക്ക വിളിച്ചാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തിന് എത്താൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് ലോകത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ ഇപ്പം മാറിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നമാണ്. സുഡാനിലെ ആഭ്യന്തര കലാപം അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ അമേരിക്കയ്ക്ക് റോളൊന്നുമില്ല. അമേരിക്ക ഇടപെടുന്ന സമയത്താണ് അതിൻ്റേതായിരിക്കുന്ന കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഒരു നടക്കൊന്നും ജയിച്ചു പോകുന്ന കേസല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഇതിനോട് തങ്ങളോടുമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വർഷാന്തം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് കാര്യം അമേരിക്കയുടെ ഓരോ വർഷത്തെ ബജറ്റിലും പ്രത്യേകമായ രീതിയിൽ തന്നെ അവർക്ക് വേണ്ടി പണം നീക്കി വെക്കാറുണ്ട്. അങ്ങനെ പോലും സഹായിച്ചിട്ട് അത് അമേരിക്ക പോലും യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഒരു സഹായം ആവശ്യപ്പെട്ട സമയത്ത് നൽകിയിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിട്ടല്ല അമേരിക്ക കാണുന്നത്, വളരെ ഗൗരവപരമായിട്ടാണ്. അവർക്കിനി സാമ്പത്തികം നൽകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ കണക്കുകൂട്ടുകളും അമേരിക്കയുടെ തെറ്റി, ഇസ്രായേലിൻ്റെ തെറ്റി, നിലനിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവരുടെ അവസ്ഥ മാറിയെന്ന് മാത്രമല്ല സമ്പൂർണ്ണമായിരിക്കുന്ന പരാജയം സമ്മതിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ടാം ഘട്ട യുദ്ധം ഉണ്ടാവും എന്നൊക്കെ പറയാമെന്നല്ലാതെ രണ്ടാം ഘട്ട യുദ്ധമൊന്നും ചെയ്തുകൊണ്ട് ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.